CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും അറസ്റ്റിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ 42 വയസ്സുള്ള അക്ബർ, രണ്ടാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറേനടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളം നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പു കവാടം പൊളിച്ചു നീക്കി. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനമൊരുക്കുമെന്ന് നഗരസഭാ അധികൃതർ. ബക്രീദിനെ വരവേറ്റുകൊണ്ട് കടവല്ലൂർ NJ ബ്രദേഴ്സ് പുറത്തിറക്കിയ സംഗീത ആൽബം പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസ് നടത്തി. വരവൂർ പാലക്കൽ ക്ഷേത്രകുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളെ മദ്യലഹരിയിലെത്തിയ യുവാവ് ആക്രമിച്ചതായി പരാതി. വരവൂർ വടക്കേതിൽ ഷനീഷാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വിടവാങ്ങുന്നത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന നേതാവ്. ഗുരുവായൂർ നഗരസഭ 21-ാം വാർഡിൽ MLAയുടെ വികസന ഫണ്ടും നഗരസഭാ പ്ലാൻ ഫണ്ടും ചേർന്ന് 36.94 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച ചിറ്റാട റോഡിന്റെയും നഗരസഭ 4 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച K മണി സ്മാരക റോഡിന്റെയും ഉദ്ഘാടനം മുരളി പെരുന്നിലി MLA നിർവഹിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ജൂൺ 13 ആഘോഷിക്കുന്ന അന്തോണീസിന്റെ തിരുനാളിനെ കൊടിയേറി. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000 കടന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 5364 ഉയർന്നു. സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം. ജില്ലയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന KS ശങ്കരന്റെ ചരമവാർഷികാചരണം കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ മണിയന്ത്ര വീട്ടിൽ കുഞ്ഞാപ്പുവിന്റെ മകൻ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചേലക്കര MLA UR പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു. അകലാട് ബദർപള്ളി ബീച്ച്, യാസീൻ പള്ളി ബീച്ച്, ലിങ്ക് റോഡ് നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ. നാട്ടുകാർ ദുരിതത്തിൽ. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച തിരുഹൃദയ പാരിഷ് ഹാളിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മുതിർന്ന CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന KS ശങ്കരന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന സമിതി അംഗവും ജില്ലാ രക്ഷാധികാരിയുമായ C. മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.